ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ നാടൻ രീതിയിൽ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ് വയ്ക്കുന്നത്. 2 കപ്പ് പാൽ വേണം, ഒരു ചെറിയ കൂട് സേമിയം, പഞ്ചസാര, ഏലക്ക, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. പെട്ടെന്ന് നമുക്ക് വെള്ളം തിളപ്പിച്ച് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് പാല് കാച്ചിയതിന് ശേഷം കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇതാ ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്ക് 1 സ്പൂണ് നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യെല്ലാം മെറ്റായി തുടങ്ങി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് പോരാം. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂട്ടിട്ട് നമുക്ക് ഏലക്ക ഇടാം. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇതാ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി സേമിയ വറുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ നല്ല വൃത്തിയായി മൂപ്പിച്ചെടുക്കാം. നമുക്ക് സേമിയ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല മൂക്കണം. നിറം മാറിയാലേ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതാക്കിയിട്ട് പഞ്ചസാര ഇട്ട് പാലൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ വേവണം. വെന്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. നമ്മുടെ സേമിയ അല്ലാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി നല്ല ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് ചതച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. 5-6 ഏലക്ക ഉണ്ട്. ഇത്തരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ പാകമായിട്ടുണ്ട്. നമുക്ക് പാലൊഴിച്ച് നമുക്കിനി ഇറക്കാം. നമ്മളിങ്ങനെ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചിട്ടില്ല. ആ വെറും പാലും അതുപോലെ തന്നെ സേമിയവും നമ്മൾ ചൂട് തിളച്ച വെള്ളം വീറ്റാണ് നമ്മളിത് വേവിച്ചത്. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് പായസ മിക്സൊക്കെ വാങ്ങിച്ചാൽ 2-3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് തനി നാടൻ രീതിയിലാണ് നമ്മളെങ്ങനെ വെക്കുന്ന അതേപോലെയാണ് സാധാരണയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത് യോജിപ്പിച്ചിറക്കാം. പായസം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഹലോ ഫ്രണ്ട്, ഞങ്ങളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്കിങ്ങനെ നെയ്യിൽ സേമിയ വറുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളം വീത്തി സേമിയ നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് നല്ല പഞ്ചസാര സേമിയയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ തിളച്ച പാൽ ഒഴിച്ച് ഏലക്കയും ഇട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെയുള്ള ഒരു കൃത്രിമ പരിപാടികളൊന്നുമില്ല. പഴയ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ വെച്ചത്. നമ്മുടെ സേമിയ അടിപൊളിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സേമിയ പായസം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും പോലെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പായസമാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇതുപോലെ നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും വെച്ച് നോക്കണം. പെട്ടെന്ന് വയ്ക്കാൻ പറ്റും.